തൃശൂർ കുന്നംകുളത്തിനടുത്തുള്ള പഴഞ്ഞിയിൽ ഒരേ കുടുംബത്തിലെ 4 പേർ കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെയും 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെയും ഞെട്ടലിലാണ് നാടൊന്നാകെ. സംഭവത്തിൽ ഗൃഹനാഥനായ സിബിയും അദ്ദേഹത്തിന്റെ 19 വയസ്സുകാരിയായ മകൾ അലീനയും മരണപ്പെടുകയും സിബിയുടെ ഭാര്യ ബീനയും മകൻ ആദിത്യനും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാവുകയും ചെയ്തിരിക്കുകയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസിന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ ജീവിതം മടുത്തു, ഞങ്ങൾ പോകുന്നു എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കടബാധ്യതകളെയോ മറ്റ് സാമ്പത്തിക പ്രയാസങ്ങളെയോ കുറിച്ചുള്ള സൂചനകളൊന്നും ഇതിലില്ലെങ്കിലും പെട്ടെന്നുണ്ടായ ഈ തീവ്രമായ തീരുമാനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്ന സിബിക്ക് ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച രാവിലെ 11 മണിയോടെയാണ് അദ്ദേഹം പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ പോന്നതെന്നാണ് വിവരം. എന്നാൽ നാട്ടിലെത്തിയ ശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയോ അയൽവാസികളുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്യാതിരുന്നതിനാൽ ഞായറാഴ്ച ദിവസം മുഴുവൻ ഈ കുടുംബത്തിലെ ആരെയും പുറത്ത് കണ്ടിരുന്നില്ല. തന്മൂലം സിബി നാട്ടിലെത്തിയ വിവരം പോലും അയൽക്കാർ അറിഞ്ഞിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. തിങ്കളാഴ്ച രാവിലെ വിഷം ഉള്ളിൽ ചെന്ന നിലയിലായിരുന്നു സിബിയുടെ മകൻ ആദിത്യൻ തന്നെ അയൽവാസിയായ സുധാകരന്റെ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ച് അച്ഛനും അമ്മയും ചേച്ചിയും മരിച്ചുവെന്ന് അറിയിച്ചപ്പോഴാണ് നാടിനെ നടുക്കിയ ഈ സംഭവം പുറം ലോകം അറിയുന്നത്. വിവരമറിഞ്ഞ് ഓടിയെത്തിയ അയൽവാസി കാണുന്നത് വീട്ടിൽ ചോര വാർന്ന നിലയിലും വിഷം ഉള്ളിൽ ചെന്ന നിലയിലുമുള്ള കുടുംബാംഗങ്ങളെയാണ്. സിബിയുടെ ഭാര്യ ബീനയുടെ കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. പഠിക്കാൻ ഏറെ മിടുക്കനായ ആദിത്യൻ ഭയം കാരണം താൻ കിണറ്റിൽ ചാടിയില്ലെന്നും വിഷം കഴിക്കുകയായിരുന്നുവെന്നും പിന്നീട് അയൽക്കാരോട് പറയുകയുണ്ടായി. തുടർന്ന് ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ബീനയെയും ആദിത്യനെയും ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തുലും സാധാരണക്കാരായ ഈ കുടുംബത്തിന് ദൃശ്യമായ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി അറിയില്ലെന്നാണ് അയൽവാസിയായ സുധാകരൻ വ്യക്തമാക്കിയത്. ശനിയാഴ്ച നാട്ടിലെത്തിയ സിബി ആരോടും സംസാരിക്കാൻ തയ്യാറാകാതിരുന്നതും കടുത്ത മാനസിക വിഷമം മൂലമായിരിക്കാം എന്നാണ് കരുതുന്നത്. സംഭവ സ്ഥലത്ത് കുന്നംകുളം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്.